ശ്രീ ടി കെ ഗോവിന്ദൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ദേശീയപാത 66-ന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ഒരു പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കാനാണ് സാർ ഞാൻ ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ പരിയാരം പഞ്ചായത്തിലെ കുപ്പം, കപ്പണത്തട്ട്, CH നഗർ, തളിപ്പുറം വില്ലേജിൽ പരിധിയിലുള്ള കണിക്കുന്ന് ഈ പ്രദേശങ്ങളിലെ 44 കുടുംബങ്ങൾക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ പ്രദേശത്തിന്റെ മുകൾ ഭാഗത്തുകൂടിയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. വലിയ കുന്നിടിച്ചിട്ടുള്ള മണ്ണ്, ആ മണ്ണും ഒഴുകി വരുന്ന ചളിയും ഈ 40ഓളം വരുന്ന കുടുംബങ്ങളിലേക്ക് അതിന്റെ മുറ്റത്തേക്കും വറാന്തയിലേക്കും ഒഴുകിയെത്തുകയാണ്. ആ വീടുകളുടെ നടുക്കൂടെ കടന്നു പോകുന്ന റോഡ് ചളിയും കല്ലും നിറഞ്ഞ് കാൽനട യാത്രക്ക് പോലും സാധിക്കാതെ വരികയാണ്. അവിടെ കഴിഞ്ഞ മഴയത്ത് വലിയ 2-3 അപകടം ഉണ്ടായി. 2 വീലർ മറിഞ്ഞു. കാരണം ഒരുതരം പശ മണ്ണാണ് സാർ ഒഴുകി അവിടത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 വീലർ തെന്നി മറിഞ്ഞിട്ട് 2-3 അപകടങ്ങൾ അവിടെ ഉണ്ടായി. സാർ, അവിടെ കളക്ടറും MLA എന്നുള്ള ഞാനും ആ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അവിടെ നോക്കിയപ്പോൾ അവിടെയുള്ള കിണറുകളിൽ ഉണ്ടാവുന്ന വെള്ളം ഒരുതരം മലിനജലമാണ്, കലക്ക് വെള്ളമാണ്. അവിടെ അതെടുത്ത് പരിശോധിച്ചപ്പോൾ ആ വെള്ളത്തിന് ഒരുതരം ദുർഗന്ധം ഉണ്ടാകും. അപ്പോൾ വെള്ളം കുടിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥ വന്നു. അവസാനം അവിടെ ഈ കോൺട്രാക്ടുകാരൻ, അവിടുത്തെ ഈ പണിയുടെ കോൺട്രാക്ടുകാരനെയും അതുപോലെ തന്നെ മേഘ കൺസ്ട്രക്ഷൻ എന്നാണ് അവർ പറയുക, അതുപോലെ തന്നെ എഞ്ചിനീയർമാരെയും NHന്റെ ആളുകളെയും വിളിച്ചു ചേർത്തു. ബഹുമാനപ്പെട്ട കലക്ടറും ആ നേതൃത്വത്തിൽ ആ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അവിടെ കുടിവെള്ളം എത്തിക്കണം എന്ന് പറയും. കാരണം കുടിവെള്ളം അവർ കിണറ്റിനെടുത്ത് കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ കുടിവെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ യോഗത്തിലുണ്ടായിരുന്നു. പഞ്ചായത്തിനോട് കുടിവെള്ളം വിതരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്നതിന് ആവശ്യമായ പണം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ കുടിവെള്ളം വിതരണം പിന്നീട് ഈ കൺസ്ട്രക്ഷൻ കമ്പനി നിർത്തുകയാണ് ചെയ്തത് സാർ. അവിടെ കുട്ടികൾക്ക് അവിടെ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. കാരണം വെള്ളം ഒഴുകി വരാന്തയിലേക്ക് വരെ കടന്നു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട് അവിടെ പൊളിച്ച് മാറ്റി വേറെ വീടെടുക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെ അവിടെ ഉണ്ടായി സാർ. ഇതുപോലുള്ള വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടലില്ലെങ്കിൽ ആ കുടുംബങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാതെ വരും. അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രവർത്തനം തടയാതിരുന്നത് നാടിന്റെ വികസനം തടയാൻ പാടില്ല എന്നൊരു ബോധം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് അവർ സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് പറയുകയാണ് സാർ. ഏതായാലും ആ കുട്ടികൾക്ക് എനിക്കതിലൊരു അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ഈ താമസിക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. താമസിക്കാൻ പറ്റാത്ത വീടുകൾക്ക് ഒന്നുകിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ആ വീടുകൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ ഈ വെള്ളമൊഴുകി, ഈ ദുർഗന്ധമുള്ള വെള്ളമൊഴുകി വീടുകളിലേക്കും കിണറിലും റോഡിലും വന്ന് നിറയുന്നത് തടയാനുള്ള സ്ഥിരമായ നടപടി സ്വീകരിക്കണം. താൽക്കാലികമായ നടപടി കൊണ്ട് പരിഹാരമാവില്ല. ഓട്ടോ കൊണ്ട് ഇരുട്ടടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ അധികൃതരും അതുപോലെ തന്നെ PWDയും ചേർന്നുകൊണ്ട് അതിന് അടിയന്തര പരിഹാരം കാണണം. ഈ PWDയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നില്ല. അവിടെ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഈ പറഞ്ഞ കോൺട്രാക്ടർമാരുടെ എഞ്ചിനീയർമാരുമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നാട്ടുകാർ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും അറിയുന്നില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവർ വന്ന് ഉറപ്പ് നൽകുന്നല്ലാതെ ആ ഉറപ്പ് പിന്നീട് എവിടെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കലക്ടർ നല്ല രീതിയിൽ ഇടപെട്ടിരുന്നു. എന്നാൽ അതുകൊണ്ട് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വലിയ കമ്പനിയാണ്, അത്തരം ഇടപെടലുകളൊന്നും വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല സാർ. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടൽ അവിടെ വേണം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയുന്ന പ്രദേശമാണ് ഈ തളിപ്പറമ്പ് പ്രദേശങ്ങളൊക്കെ. ഒരു കുടുംബത്തെ പോലും അറിയുന്നതാണ് മന്ത്രിക്ക്. ആ പ്രദേശത്തൊന്ന് മന്ത്രി ഒന്ന് സന്ദർശിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാക്കുകയാണ് സാർ വേണ്ടത്. താൽക്കാലിക പരിഹാരം കൊണ്ട് പരിഹാരമാവുന്നില്ല. ഇവിടെ കുപ്പം പ്രദേശത്ത് മാത്രമല്ല, അവിടെ തന്നെ നമ്മൾ മുമ്പൊക്കെ കീഴാറ്റൂർ വയൽക്കിളികളെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കീഴാറ്റൂർ പ്രദേശത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി വർഷക്കാലത്ത് ഉണ്ടാവുന്ന ഇത്തരം പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട് മാത്രമേ പണി തുടർന്ന് നടത്താവൂ എന്നൊരു അഭ്യർത്ഥനയാണ് സാർ എനിക്ക് പറയാനുള്ളത്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുക്കണം എന്നൊരു അഭ്യർത്ഥനയും എനിക്ക് നടത്താനുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ദേശീയപാത 66-ന്റെ കുപ്പം പ്രദേശത്താണ് ഈ ഡ്രെയിനേജ് കനത്ത മഴയിൽ ഒലിച്ചു വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ദേശീയപാതയ്ക്ക് പുറത്ത് പഞ്ചായത്ത് വകുപ്പിന്റെ അധികാരപരിധിയുള്ള സ്ഥലങ്ങളിൽ ഓവുചാൽ നവീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്.
ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും സംയുക്ത സംഘത്തോടെ ഒരു സമഗ്ര ഡ്രെയിനേജ് സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നത് സർക്കാർ പരിഗണിച്ചു വരികയാണ്. NHAയുമായി ബന്ധപ്പെട്ട ഓവുചാലുകൾ നിരന്തരം വൃത്തിയാക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി ആളുകളെയും തൊഴിലാളികളെയും യന്ത്രസാമഗ്രികളൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ 24/7 അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മൺസൂൺ റെസ്പോൺസ് ടീം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച അതുപോലെ തന്നെ ദേശീയപാത 66 കാണിക്കുന്ന പ്രദേശത്ത് വെക്കുലർ അണ്ടർപാസ് നിർമ്മാണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ വേളയിൽ തൊട്ടടുത്തുള്ള വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മണ്ണിടിച്ച ഭാഗങ്ങളിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിർവ്വഹണ ഏജൻസിയായ ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ്. ഇത് NHAനെ ഏൽപ്പിച്ചു. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ NHAനെയും ജില്ലാ ഭരണകൂടത്തിനെയും ബന്ധപ്പെട്ട MLAയും കൂടി ഒരു മീറ്റിംഗ് വിളിച്ച് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കുന്നതാണ്.